ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഓഡിറ്റിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഡിറ്റിങ്ങിൻ്റെ ബേസിക്സ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ കണ്ടിന്യൂസ് ആണ്. ഓഡിറ്റ് പ്ലാനിങ്, ഓഡിറ്റ് പ്രോഗ്രാം, ഓഡിറ്റ് ഡോക്യുമെൻറ്റേഷൻ എന്നിവയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓഡിറ്റ് സ്ട്രാറ്റജി, ഓഡിറ്റ് പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ ഇത് ഞാൻ CA ഇൻ്റർമീഡിയറ്റിൻ്റെ ബുക്കാണ്. അപ്പോൾ ഇതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ ഓഡിറ്റ് പ്ലാനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിങ്ങിൽ SA 300 ആണ് പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ SA ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ് ഓഫ് ആൻഡ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. Audit planning and audit involves establishing the overall audit strategy, developing an audit plan. അപ്പോൾ നമുക്കറിയാം, ഒരു ഓഡിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടായിരിക്കണം. ആ പ്ലാൻ എന്തൊക്കെയാണ് കവർ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ദ പ്ലാൻ ഷുഡ് ബി മേഡ് കവർ എമംഗ് ദ അതർ തിങ്സ് അക്വയർ ദ നോളജ് ഓഫ് ക്ലയൻറ്റ് അക്കൗണ്ടിംഗ് സിസ്റ്റം. കാരണം ക്ലയൻറ്റിൻ്റെ അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണെന്ന് അറിഞ്ഞിരിക്കണം, ഏത് സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇന്റേണൽ പോളിസീസ് ആൻഡ് ഇന്റേണൽ കൺട്രോൾ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഇന്റേണൽ കൺട്രോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നാണ്. കാരണം ഒരു കമ്പനിയിൽ പ്രോപ്പർ ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് വളരെ ഈസി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ലോൺ എടുക്കാൻ നേരത്ത് അതിൻ്റെ എല്ലാ സാങ്ഷനിങ് അതോറിറ്റി എല്ലാം സാങ്ഷൻ ചെയ്തിട്ടുണ്ടാവണം. നമ്മുടെ ലിമിറ്റ് പ്രോപ്പർ ആയിട്ടുണ്ടാവണം. അതെല്ലാം ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ നല്ലൊരു ഇന്റേണൽ കൺട്രോൾ ഉണ്ടെന്ന് പറയാൻ പറ്റും. പിന്നെ നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോഴെല്ലാം പ്രോപ്പർ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള എല്ലാ ഇത് വന്നിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ഒരു ഇന്റേണൽ കൺട്രോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് വളരെ സിമ്പിൾ ആയിരിക്കും. പിന്നെ ഡിറ്റർമൈനിങ് ആൻഡ് പ്രോഗ്രാമിംഗ് ദ നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ദി ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ടു ബി പെർഫോംഡ്. അപ്പോൾ നമ്മുടെ എങ്ങനത്തെ ഓഡിറ്റ്, ഏത് തരം ഓഡിറ്റ് ആയിരിക്കണം, പിന്നെ അതിൻ്റെ ടൈമിംഗ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ഓഡിറ്റിനും ഇത്ര ടൈമിനുള്ളിൽ തീർക്കണമെന്നൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ടാക്സ് ഓഡിറ്റ് ആണെങ്കിൽ September 30 മുമ്പ് തീർക്കണം. അപ്പോൾ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഒരു ഓഡിറ്റ് ഫേമിലാണെങ്കിൽ അവർ പലതരം ക്ലയൻസ് ഉണ്ടാവും. അപ്പോൾ ഓരോ ക്ലയൻസിനെയും പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് ഏത് ടൈമിൽ തീർക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കണം. പിന്നെ കോർഡിനേറ്റിംഗ് ദ വർക്ക് ടു ബി പെർഫോംഡ്. നമ്മൾ എങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ആർട്ടിക്കിൾസിനെ അലോക്കേറ്റ് ചെയ്യുന്നത് വരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു പ്രോപ്പർ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തതാണ് ഓഡിറ്റ് സ്ട്രാറ്റജി. ഓഡിറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ ഓഡിറ്റ് പ്ലാൻ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം. ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി സെറ്റ് ദ സ്കോപ്പ്, ടൈമിംഗ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ഓഡിറ്റ് ആൻഡ് ഗൈഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് മോർ ഡീറ്റെയിൽഡ് ഓഡിറ്റ് പ്ലാൻ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി അസിസ്റ്റ് ദ ഓഡിറ്റർ ടു ഡിറ്റർമൈൻ ദ സബ്ജക്ട് ടു ദ കംപ്ലീഷൻ ഓഫ് ദി ഓഡിറ്റേഴ്സ് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് സച്ച് as matter as the resources to deploy for specific audit areas such as the use of appropriate experienced team members for high risk areas or the involvement of expert on complex matters. അപ്പോൾ നമുക്കറിയാം, ഓഡിറ്റ് സ്ട്രാറ്റജി വഴി ഒരു പ്രോപ്പർ അലോക്കേഷൻ ഉണ്ടായിരിക്കണം. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ഏരിയയൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടത് സീനിയേഴ്സ് ആയിരിക്കും. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതല്ല നോർമൽ ഇൻഡിവിജ്വൽ ആർട്ടിക്കിൾസിന് കൊടുക്കുക. അങ്ങനെ അലോക്കേറ്റ് ചെയ്യണം. ഈ ഓഡിറ്റ് സ്ട്രാറ്റജി പ്രോപ്പർ ഓഡിറ്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അതിന് സാധിക്കും. പിന്നെ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ടു അലോക്കേറ്റ് ടു ദ സ്പെസിഫിക് ഓഡിറ്റ് ഏരിയാസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ബിഗ് കമ്പനി, ഇപ്പോൾ ഒരു നല്ലൊരു ടേൺ ഓവർ ഉള്ള കമ്പനീസ് ഒക്കെ ആണെങ്കിൽ അതിൽ കുറച്ച് അധികം മെമ്പേഴ്സ് വേണ്ടി വരും. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് അധികം മെമ്പേഴ്സ് വേണ്ടി വരും. നേരെ മറിച്ച് ഇപ്പോൾ ഒരു ചെറിയൊരു 2 കോടി 5 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ അതൊരു 2 പേർക്കൊക്കെ പോയാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അത് അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഓഡിറ്റ് സ്ട്രാറ്റജി ഇതിനെല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഓരോ ഓഡിറ്റ് സ്ട്രാറ്റജി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഓഡിറ്ററിന് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ എൻഗേജ്മെന്റ് ദാറ്റ് ഡിഫൈൻ സ്കോപ്പ്. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കണം. ഓഡിറ്റിൻ്റെ സ്കോപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ചില പർട്ടിക്കുലർ ഓഡിറ്റ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ പ്രത്യേകം സ്റ്റോക്ക് ഓഡിറ്റ് ഉണ്ട്, ബാങ്ക് ഓഡിറ്റ് ഉണ്ട്, അങ്ങനെ. അപ്പോൾ നമ്മൾ ആ സ്കോപ്പ് മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ ഏരിയ കവർ ചെയ്യേണ്ടതുള്ളതെന്നുള്ള ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ ascertain the reporting objectives of the engagement to plan the timing of the audit and nature of communication required. അപ്പോൾ ഫസ്റ്റ് തന്നെയാണ്. പിന്നെ റിപ്പോർട്ടിംഗ് ഒബ്ജക്റ്റീവ്, എന്തെങ്കിലും ഡ്യൂ ഡേറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ആർക്കാണ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ റിക്വയർഡ്.
ആരായിട്ടാണ് അതിൻ്റെ ഡീലിംഗ് ചെയ്യേണ്ടത് എന്നെല്ലാം മനസ്സിലാക്കിയിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മാസം കൊണ്ട് തീർക്കേണ്ട ഓഡിറ്റ് അത് പ്രോപ്പർ പ്ലാൻ ചെയ്താൽ മാത്രമേ അതനുസരിച്ച് തീർക്കാൻ പറ്റുള്ളൂ. കാരണം ടൈമിംഗ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് ഓഡിറ്റിങ്ങിൽ. പിന്നെ കൺസിഡർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻ ദ ഓഡിറ്റേഴ്സ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് ആർ സിഗ്നിഫിക്കൻ്റ് ഇൻ ഡയറക്റ്റിംഗ് ദ എൻഗേജ്മെന്റ് ടീം എഫോർട്ട്. Consider the result of preliminary engagement activities and where applicable, whether knowledge gained or other engagement performed by the engagement partner for the entity is relevant, and ascertain the nature, timing and extent of resources necessary to perform the engagement. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ സെലക്ഷൻ ഓഫ് ദി എൻഗേജ്മെന്റ് ടീം. അപ്പോൾ ഈ ഓഡിറ്റ് പ്ലാനും ഓഡിറ്റ് സ്ട്രാറ്റജിയും ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ആൻഡ് ഡീറ്റെയിൽ ഓഡിറ്റ് പ്ലാൻ ആർ നോട്ട് നെസസറി ഡിസ്ക്രീറ്റ് ഓർ സീക്വൻഷ്യൽ പ്രോസസ് but are closely interrelated since changes in one may result in consequential changes to other. അപ്പോൾ ഈ ഓഡിറ്റ് സ്ട്രാറ്റജി ഓഡിറ്റ് പ്ലാനും നമ്മുടെ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മുതൽ എൻഡ് വരെ ഇന്റർറിലേറ്റഡ് ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് പോകും. ഓഡിറ്റ് പ്ലാൻ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് സബ്സിക്വൻ്റ് ആയിട്ട് ഓഡിറ്റ് സ്ട്രാറ്റജിയിലും അത് ചേഞ്ച് വരും. അപ്പോൾ ഇതൊരു ഓഡിറ്റ് സ്ട്രാറ്റജി ഒന്ന്, ഓഡിറ്റ് പ്ലാൻ വേറെ ഒന്നൊന്നുമല്ല, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് തന്നെയാണ്. നെക്സ്റ്റ് ഡെവലപ്മെന്റ് ഓഫ് ആൻ ഓഡിറ്റ് പ്ലാൻ. അപ്പോൾ ഇതിനു മുമ്പ് രണ്ട് എസ്സേസ് ഇമ്പോർട്ടൻ്റ് ആണ്. SA 315 ഐഡന്റിഫൈങ് ആൻഡ് അസസിങ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ദ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ്. പിന്നെ SA 330 ദ ഓഡിറ്റേഴ്സ് റെസ്പോൺസ് ടു അസസ്ഡ് റിസ്ക്. അപ്പോൾ ഈ SA പറയുന്നുണ്ട് നമ്മളൊരു എൻറ്റിറ്റി ഒരു ഓഡിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ റിസ്ക് എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഐഡന്റിഫൈങ് ദ അസസിങ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് ത്രൂ അണ്ടർസ്റ്റാൻഡിങ് ദ എൻറ്റിറ്റി ആൻഡ് ഇറ്റ്സ് എൻവയോൺമെന്റ്. അപ്പോൾ ഇതാദ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. The audit plan is more detailed than overall audit strategy that includes the nature, timing, extent of audit procedures to be performed by the engagement team members. The planning of these audit procedures takes place over the course of the audit as the audit plan for the engagement developed. നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഒരു റിസ്ക് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ക്ലയൻറ്റ് ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് ഒരു ക്ലയൻറ്റിൻ്റെ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാതെ ഒരു പ്രോപ്പർ ഓഡിറ്റ് പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് തന്നെ അത് റെലവൻറ്റ് ഇൻഡസ്ട്രി, റെഗുലേറ്ററി ആൻഡ് അതർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ആപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. അപ്പോൾ ഏതൊക്കെ എന്താണ് ഇൻഡസ്ട്രി, ഏതൊക്കെ റെഗുലേറ്ററിയിൽ കംപ്ലയിൻസ് വരും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എക്സ്പോർട്ടിംഗ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ കസ്റ്റംസിൽ റെഗുലേറ്ററി ഉണ്ട്. അപ്പോൾ കസ്റ്റംസിൻ്റെ ഡിസ്ക്ലോഷർ എല്ലാം പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അവരുടെ എന്തൊക്കെ റിസോഴ്സ് ഉണ്ടെന്നെല്ലാം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അവരുടെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണ്, പിന്നെ ഓണർഷിപ്പ് ആരൊക്കെയാണ് ഓണർഷിപ്പ്, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തൊക്കെയുണ്ട്, പിന്നെ എങ്ങനെയാണ് അവരുടെ ഫിനാൻസ്, ഇപ്പോൾ ബാങ്ക് ലോൺ ഉണ്ടോ ഓഡി ഉണ്ടോ അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അത് എൻറ്റിറ്റി സെലക്ഷൻ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ്. അപ്പോൾ എൻറ്റിറ്റിയിൽ ഏതൊക്കെ അക്കൗണ്ടിങ് പോളിസി പ്രോപ്പർ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്താറുണ്ടോ എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ എൻറ്റിറ്റീസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്ട്രാറ്റജീസ് ആൻഡ് ദോസ് റിലേറ്റഡ് ബിസിനസ് റിസ്ക് ദാറ്റ് മേ റിസൾട്ട് ഇൻ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒബ്ജക്റ്റീവ്സ് ഭാവിയിൽ അത് എന്തെങ്കിലും മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് റിസ്ക് ഉണ്ടോ എന്ന് നോക്കണം. അതെന്തെങ്കിലും ഫെയിലർ ടു കീപ്പ് അപ്പ് ദ അപ്ഡേറ്റ് വിത്ത് ന്യൂ പ്രോഡക്ട്സ്, എക്സെക്യൂട്ടീവ് റിലയൻസ് ഓൺ കീ സപ്ലയർ. ഇപ്പോൾ നമുക്കൊരു സപ്ലയർ, ഇപ്പോൾ ചില കമ്പനീസിലെല്ലാം ഒറ്റ സപ്ലയറിന് ചിലവ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളരെ റിസ്ക് ഫാക്ടർ ഉണ്ട്. കാരണം ആ സപ്ലയറിൽ ചിലപ്പോൾ റേറ്റ് കൂട്ടാം, അങ്ങനെ വന്നാൽ ചിലപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറയും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ട്. പിന്നെ മെഷർമെൻറ്റ് ആൻഡ് റിവ്യൂ ഓഫ് ദി എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, അത് നോർമൽ കേസാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരു ഓഡിറ്റ് പ്ലാനിങ്ങിന് വേണ്ടി വേണം. അപ്പോൾ ഓഡിറ്റ് പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു വൺ വേർഡ് ചോദിക്കാം. ഓഡിറ്റ് പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ കണ്ടു SA 300 പ്ലാനിങ് ആൻഡ് ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. The planning is not a discrete phase of an audit, but rather a continual and iterative process that often begins shortly after in connection with the completion of the previous audit and continues until the completion of the current audit engagement. അപ്പോൾ ഇതൊരു ഡിസ്ക്രീറ്റ് ഫേസ് അല്ല, എന്ന് വെച്ചാൽ തീരുന്ന ഒന്നല്ല, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഓഡിറ്റർ ഷാൽ അണ്ടർടേക്ക് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് പ്രയർ ടു ദ starting an initial audit. Procedure performed required SA 220 regarding the acceptance of client relationship and specific audit engagement. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച SA 220. പിന്നെ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് predecessor auditor whether there has been a change of auditor in compliance with the relevant ethical requirements. ഇപ്പോൾ നമ്മളൊരു
ഓഡിറ്റർ ടേംസ് ഒരു ഇൻഡിവിജ്വൽ ഓഡിറ്ററിന്റെ ടേം 5 വർഷമാണ് ഒരു കമ്പനിയിൽ, ഫേം ആണെങ്കിൽ 10 വർഷം. അപ്പോൾ ഇത്രയും ഇയർ കഴിയുമ്പോൾ വേറൊരു ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാറിപ്പോകുമ്പോൾ ഒരു ഓഡിറ്ററായിട്ട് പ്രീവിയസ് ഓഡിറ്ററായിട്ട് ഡിസ്കസ് ചെയ്യണം എന്താണ് ഇഷ്യൂസ്, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഓഡിറ്റ് എടുക്കുന്നതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നെല്ലാം നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പോൾ അതാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് ചേഞ്ച് ടു പ്ലാനിങ് ആൻഡ് ഡിസിഷൻ ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഒരു ഓഡിറ്റ് പ്ലാൻ ഉണ്ടാക്കി, പിന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ് ചെയ്യണം തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. ദ ഓഡിറ്റർ ഷാൽ അപ്ഡേറ്റ് ആൻഡ് ചേഞ്ച് ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ആൻഡ് ഓഡിറ്റ് പ്ലാൻ ആസ് നെസസറി ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ദി ഓഡിറ്റ്. നേരെ വരച്ച് ഇപ്പോൾ ഒരു ഓഡിറ്റ് പ്ലാൻ ഉണ്ടാക്കി അത് അതുപോലെ തന്നെ നടപ്പാക്കണമെന്നില്ല, അതനുസരിച്ച് നമുക്ക് ഓഡിറ്റ് പ്ലാൻ ചേഞ്ച് ചെയ്യാം. As a result of unexpected events, change in condition or the audit evidence obtained from the result of audit procedures, the auditor may need to modify the overall audit strategy and audit plan, and thereby resulting plan nature, timing, and extent of further audit procedures. അപ്പോൾ അത് നോക്കണം. പിന്നെ ഡയറക്ഷൻ, സൂപ്പർവിഷൻ, റിവ്യൂ എല്ലാ സമയത്തും ഒരു റിവ്യൂ ചെയ്യണം. ഒരു പീരിയോഡിക് ഇൻ്റർവ്യൂവിൽ റിവ്യൂ ചെയ്യണം. ഒരു സീനിയർ ഓഡിറ്റർ വന്ന് ആ വർക്കെല്ലാം റിവ്യൂ ചെയ്യണം. അത് നമ്മൾ നോക്കുന്നത് സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദി എൻറ്റിറ്റി, ഏരിയ ഓഫ് ദി ഓഡിറ്റ്, അസസ് ദ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു മെയിൻ കമ്പനി ആണെങ്കിൽ ആ കോംപ്ലക്സിറ്റി എല്ലാം നോക്കിയിട്ട് ഒരു ഓഡിറ്റർ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വീക്കിലും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും വന്ന് റിവ്യൂ ചെയ്യണം. അവർ ആർട്ടിക്കിൾസ് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് റിവ്യൂ ചെയ്യണം. അല്ലാത്ത കമ്പനീസൊക്കെ ആണെങ്കിൽ 1 day കൊണ്ട് തന്നെ നമുക്ക് തീർക്കാൻ പറ്റും. അടുത്ത മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്യുമെൻറ്റേഷൻ. SA 230 ആണ് ഓഡിറ്റ് ഡോക്യുമെന്റേഷനെ പറ്റി പറയുന്നത്. ഓഡിറ്റർ ഷാൽ ഡോക്യുമെന്റ് ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി, ദ ഓഡിറ്റ് പ്ലാൻ ആൻഡ് എനി സിഗ്നിഫിക്കന്റ് ചേഞ്ചസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഓഡിറ്റ് എൻഗേജ്മെന്റ് ടു ദ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ഓർ ഓഡിറ്റ് പ്ലാൻ ആൻഡ് ദ റീസൺസ് ഓഫ് സച്ച് ചേഞ്ചസ്. A documentation of the overall audit strategy is a record of the key decisions considered as necessary to properly plan the audit and to communicate significant matters to the engagement team. അപ്പോൾ ഈ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓഡിറ്റർ ഒരു കമ്പനിയിൽ ഓഡിറ്റ് ചെയ്യാൻ നേരത്തെ എന്തൊക്കെ പ്ലാൻ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുണ്ടോ അതെല്ലാത്തിൻ്റെ ഒരു പ്രോപ്പർ ഡോക്യുമെന്റ് ഉണ്ടാവണം. ഇത് സെപ്പറേറ്റ് ഒരു SA തന്നെ ഉണ്ട്, SA 230 ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓഡിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സഫിഷ്യന്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് റെക്കോർഡ് ഓൺ ദ ബേസിസ് ഓഫ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ആൻഡ് എവിഡൻസ് ദാറ്റ് ദ ഓഡിറ്റർ വാസ് പ്ലാൻഡ് ആൻഡ് പെർഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് SAs ആൻഡ് ആപ്ലിക്കബിൾ ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെന്റ്സ്. അപ്പോൾ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ദ റെക്കോർഡ് ഓഫ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പെർഫോംഡ്, റിലവൻറ്റ് ഓഡിറ്റ് എവിഡൻസ് ഒബ്റ്റെയിൻഡ് ആൻഡ് കൺക്ലൂഷൻസ് ദ ഓഡിറ്റർ റീച്ച്ഡ്, വർക്കിംഗ് പേപ്പേഴ്സോ വർക്കിംഗ് പേപ്പേഴ്സ് സംടൈംസ് യൂസ്ഡ്. ഈ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ്റെ വേറൊരു പേരാണ് വർക്കിംഗ് പേപ്പർ. ഓഡിറ്റ് ഫയൽ എന്ന് പറയുന്നത് 1 or more folders or other storage media in physical or electrical form containing the records that comprise the audit documentation for a specific engagement. ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ദ ഓഡിറ്റർ ഷാൽ പ്രിപ്പയർ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ദാറ്റ് ഈസ് സഫിഷ്യന്റ് ടു എനേബിൾ ആൻ എക്സ്പീരിയൻസ്ഡ് ഓഡിറ്റർ ഹാവിംഗ് നോ പ്രീവിയസ് കണക്ഷൻ വിത്ത് ദ ഓഡിറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അത്രയും പ്രോപ്പർ ആയിരിക്കണമെന്നാണ് ഒരു ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ കമ്പനീസിൽ കാണാൻ പറ്റും ചിലപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ ആർട്ടിക്കിൾസ് മാറി വരാം. അപ്പോൾ ഒരു ഓഡിറ്ററിനെ അവിടെ ചെന്ന് ഓഡിറ്റ് ചെയ്യാൻ നേരത്ത് ആ വർക്കിംഗ് പേപ്പർ വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏതൊക്കെ ഏരിയയാണ് കവർ ചെയ്യേണ്ടത്, ഏതൊക്കെ ഏരിയ ആണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാവണം. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെന്റ് അഗ്രിമെന്റ് ഒക്കെ നമ്മൾ ഓരോ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വാങ്ങുന്ന ഒന്നാണ്. അത് എല്ലാ വർഷവും പോയി ആ റെന്റ് അഗ്രിമെന്റ് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം നമ്മുടെ വർക്കിംഗ് പേപ്പറിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഈ ഓഡിറ്റ് പ്ലാൻ നമ്മൾ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ 7 yearsലേക്കാണ് കീപ്പ് ചെയ്യേണ്ടത്. ഇത് ഓഡിറ്ററിന്റെ റൈറ്റ് ആണ്. ഈ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ ഒരു ഓഡിറ്ററിന്റെ റൈറ്റ് ആണ്. ഇത് ക്ലയന്റിന് ചോദിച്ചാൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കമ്പനി ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ കാണണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പ്രോപ്പർട്ടി ഓഫ് ദി ഓഡിറ്റർ ആണ്. ഇത് മാക്സിമം 7 years വരെ കീപ്പ് ചെയ്യണം. അത് നമ്മുടെ ഇന്ത്യയിൽ അതാണ് പറയുന്നത്. പിന്നെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗിൽ പറയുന്നത് 5 years കീപ്പ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ നിലവിൽ ഇപ്പോൾ ഇന്ത്യയിൽ അത് 7 years വരെ ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ കീപ്പ് ചെയ്യണം. നെക്സ്റ്റ് ആണ് ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓഡിറ്റ് പ്ലാൻ ഉണ്ടാക്കി അത് കഴിഞ്ഞാണ് ഓഡിറ്റ് പ്രോഗ്രാം വരുന്നത്. Audit program is a list of examination and verification steps to be applied and set out in such a way that the interrelations of one step to another is clearly shown and designed, keeping in view the assertion discriminable in the statements of account produced for audit or on the basis of appraisal of the accounting records of the client.
അപ്പോൾ ഈ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഡിറ്റ് പ്ലാൻ ഫസ്റ്റ് ഏതൊക്കെ ഏരിയയാണ് കവർ ചെയ്യേണ്ടത്, പിന്നെ അങ്ങനെ അതാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഡീറ്റെയിൽഡ് ലിസ്റ്റ് ഓഫ് എക്സാമിനേഷൻ, ഏതൊക്കെ ഏരിയ കവർ ചെയ്യണം, അതെങ്ങനെയാണ് കവർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു ഓഡിറ്റ് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The audit program is a detailed plan of applying the audit procedures in given circumstances with instruction for the appropriate techniques to be adopted for accomplishing the audit objectives. അപ്പോൾ അത് നമ്മുടെ ക്ലയൻറ്റിൻ്റെ ബിസിനസ് നോക്കിയിട്ട് നമ്മളത് ഓഡിറ്റ് പ്രോഗ്രാം അനുസരിച്ച് മാറ്റി. ഇപ്പോൾ എല്ലാ കമ്പനീസിനും നമുക്ക് സെയിം തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓരോ കമ്പനീസ് തന്നെ അവരുടെ നേച്ചർ മനസ്സിൽ നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. ഓഡിറ്റ് പ്രോഗ്രാം പീരിയോഡിക് റിവ്യൂ ഉണ്ടാവണം. ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തി പുതിയത് കൊണ്ടുവരണം. പിന്നെ ഒരു ഓഡിറ്റ് പ്രോഗ്രാം ചെയ്യാൻ നേരത്ത് എല്ലാ പോയിന്റ്സ് കീപ്പ് ചെയ്യണം. സ്റ്റേ വിത്ത് ദ സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ദ അസസ്മെൻറ്റ്, അപ്പോൾ ഇത് ഉണ്ടായിരിക്കണം. പിന്നെ പ്രിപ്പയർ എ റിട്ടേൺ ഓഡിറ്റ് പ്രോഗ്രാം സെറ്റിംഗ് ഫോർ ദ പ്രൊസീജിയർ ദാറ്റ് ആർ നീഡ് ടു ബി ഇംപ്ലിമെന്റ് ദ ഓഡിറ്റ് പ്ലാൻ, ഡിറ്റർമൈൻ ദ എവിഡൻസ് റീസണബിളി അവൈലബിൾ വിത്ത് ആൻഡ് ഐഡന്റിഫൈ ദ ബെസ്റ്റ് എവിഡൻസ് ഫോർ ഡിറൈവിംഗ് ദ നെസസറി സാറ്റിസ്ഫിക്കേഷൻ. പിന്നെ കൺസിഡർ ഓൾ പോസിബിൾ എറേഴ്സ്. പിന്നെ കോർഡിനേറ്റ് ദ പ്രൊസീജിയേഴ്സ് ടു ബി അപ്ലൈഡ് ഇൻ റിലേറ്റഡ് ടേംസ്. പിന്നെ വെരിഫിക്കേഷൻ പ്രോസസ്സിൽ എന്തൊക്കെ സ്റ്റെപ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന്. ഇപ്പോൾ ഒരു അസറ്റ് വെരിഫിക്കേഷൻ ആണെങ്കിൽ അത് ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യണം. പിന്നെ അതിൻ്റെ ഡോക്യുമെൻ്റ് നമ്മുടെ കമ്പനിയുടെ പേരിലാണോ നോക്കണം. പിന്നെ അതിൻ്റെ ഡിപ്രീസിയേഷൻ പ്രോപ്പറായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇതെല്ലാം ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. പിന്നെ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓഡിറ്റ് എവിഡൻസ് കൊടുക്കുന്നതായിരിക്കണം. കാരണം ഒരു ഓഡിറ്റ് എവിഡൻസ് ആണ് ഓഡിറ്റിങ്ങിൽ ഇമ്പോർട്ടൻറ്റ്. ഓഡിറ്റ് എവിഡൻസിന് സെപ്പറേറ്റ് ഒരു എസ് ഉണ്ട്, SA-500 ഓഡിറ്റ് എവിഡൻസ്. കാരണം ഓഡിറ്റർ എവിഡൻസ് നോക്കിയിട്ടാണ് ഇത് ഓഡിറ്റ് ചെയ്യുന്നത്. ഓഡിറ്റ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലോൺ ഡോക്യുമെൻറ്റേഷൻ ആണെങ്കിൽ അതിൻ്റെ ലോൺ അഗ്രിമെൻ്റ് ഒരു എവിഡൻസ് ആണ്. പിന്നെ ഇപ്പോൾ ബാലൻസ് കൺഫർമേഷൻ അതൊരു എവിഡൻസ് ആണ്. അപ്പോൾ ഒരു ഓഡിറ്റ് പ്രോഗ്രാമിൽ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം ഏതൊക്കെ എവിഡൻസ് ആണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെയിൽസ് ആർ എവിഡൻസ് ബൈ ഇൻവോയ്സസ്, പ്രൈസ് ലിസ്റ്റ്, ഫോർവേഡിംഗ് നോട്ട്, ഇൻവെൻട്രി ഇഷ്യൂ റെക്കോർഡ്. അപ്പോൾ ഇതുപോലെ ഓരോ ഐറ്റത്തിനും ഓരോ ഇതുണ്ടാവും. സെയിൽസിന് ഇങ്ങനെ, പർച്ചേസിന് ഇതുപോലെ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് നോക്കണം. അപ്പോൾ ഓഡിറ്റർ പിക്കപ്സ് എവിഡൻസ് ഫ്രം വെറൈറ്റി ഓഫ് ഫീൽഡ്സ് ആൻഡ് ജനറലി ഓഫ് ദി ഫോളോയിങ് ടൈപ്സ്. അപ്പം ഓഡിറ്റ് എവിഡൻസ് എടുക്കുന്നത് ഇതുപോലത്തെ ആയിരിക്കണം. ഒന്ന് ഡോക്യുമെൻ്ററി എക്സാമിനേഷൻ, നെക്സ്റ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ദി മാനേജ്മെൻറ്റ്, ഒഫീഷ്യൽ എംപ്ലോയീസ്, സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് തേർഡ് പാർട്ടീസ്, പിന്നെ അർത്ഥമെറ്റിക്കൽ കാൽക്കുലേഷൻ ബൈ ഓഡിറ്റർ, പിന്നെ ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്കും, പിന്നെ റിലേഷൻഷിപ്പ് ഫോർ വേരിയസ് അക്കൗണ്ടിംഗ് ഡാറ്റ, സബ്സിഡിയറി മെമ്മോറാൻഡം റെക്കോർഡ്സ്, മിനിറ്റ്സ്, സബ്സിക്വൻറ്റ് ആക്ഷൻ ബൈ ക്ലയൻറ്റ്സ് ആൻഡ് ഓഡിറ്റർ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓഡിറ്റ് എവിഡൻസ് കിട്ടാൻ വേണ്ടി ഓഡിറ്ററിനെ ഹെൽപ്പ് ചെയ്യും. അത് പ്രോപ്പർ സൂപ്പർവിഷൻ ഉണ്ടാകണം. അതൊക്കെയാണ് പറയുന്നത്. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റീരിയാലിറ്റി, ഓഡിറ്റ് പ്ലാനിങ് ആൻഡ് മെറ്റീരിയാലിറ്റി. ഇതിനൊരു സെപ്പറേറ്റ് എസ്സേ ഉണ്ട്, SA-320 മെറ്റീരിയാലിറ്റി ഇൻ പ്ലാനിങ് ആൻഡ് പെർഫോമിംഗ് ആൻഡ് ഓഡിറ്റ്. അപ്പോൾ മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിക്ക് അവിടുത്തെ ഒരു 10,000 രൂപയുടെ വൗച്ചർ കാണുന്നില്ല. അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മെറ്റീരിയൽ അല്ല. ആ കമ്പനിയെ സംബന്ധിച്ചോളം അതൊരു മെറ്റീരിയൽ ഐറ്റം അല്ല. കാരണം അത്രയും ടേൺ ഓവറുള്ള കമ്പനിയാണ്. അപ്പോൾ അവിടെ ഒരു 10,000 രൂപയുടെ ഇത് ബില്ലില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മെറ്റീരിയൽ അല്ല. നേരെ മറിച്ച് ഇപ്പോൾ ഒരു 1,00,000 രൂപയാണ് ഉള്ളത്, അതിനകത്ത് 10,000 രൂപ ഇല്ലെന്ന് പറഞ്ഞാൽ അതൊരു മെറ്റീരിയലാണ്. അപ്പോൾ അതാണ് ഈ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. അത് സൈസ് അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ ഒരു 10 ലക്ഷം അത്രയും ടേൺ ഓവർ ഉള്ള കമ്പനിയുടെ ഇത്ര ഒരു ചെറിയ ഐറ്റം ചിലപ്പോൾ മിസ്സായിപ്പോൾ അതൊരു മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞ് അതൊരു കമ്പനിയുടെ ഒരു ഇംപ്രോപ്പർ എന്ന് പറയാൻ പറ്റില്ല. കാരണം അവരുടെ ടേൺ ഓവർ അനുസരിച്ച് മെറ്റീരിയാലിറ്റി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു കമ്പനിയിൽ ഫുൾ ഓഡിറ്റ് നമ്മൾ ഓഡിറ്റ് മിക്കവാറും 1 മാസം 2 മാസം കൊണ്ടാണ് തീർക്കുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഫുൾ ഏരിയ കവർ ചെയ്ത് എല്ലാം പക്കയായിട്ട് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മെറ്റീരിയാലിറ്റി ഫിക്സ് ചെയ്യും. ഇപ്പോൾ ഒരു സെയിൽസിനാണെങ്കിൽ ഇപ്പോൾ ഇത്ര കോടി ടേൺ ഓവറിന്, അപ്പോൾ 50 കോടി ടേൺ ഓവറിന് മുകളിലുള്ളത്, അല്ലെങ്കിൽ 25 ലക്ഷത്തിന് മുകളിലോട്ടുള്ളത്, അല്ലെങ്കിൽ 2 അങ്ങനെ ഓരോ സൈസ് അനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. എല്ലാ ബില്ലും എടുത്ത് നോക്കാൻ പറ്റില്ല. അതനുസരിച്ചാണ് ഈ മെറ്റീരിയാലിറ്റി സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഇത് ഷെഡ്യൂൾ 3 പ്രകാരം ചെയ്യേണ്ടതാണ്. എ കമ്പനി ഷുഡ് ഡിസ്ക്ലോസ് ദ വേ ഓഫ് നോട്ട്സ് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് any item of income and expenditure which exceed 1% of the revenue from operations or 1 lakh, whichever is higher.
അപ്പോൾ ഈ 1% ഓഫ് ദി റവന്യൂ ഫ്രം ഓപ്പറേഷനോ 1 lakhനോ ഒരു ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ഡിസ്ക്ലോസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പിന്നെ അല്ല അതുപോലെ തന്നെ ഷെയർ ഹോൾഡർ ഹാവിങ് മോർ ദാൻ 5% ഉണ്ടെങ്കിൽ അതും നോട്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരു മെറ്റീരിയാലിറ്റിനെ പറ്റി ബന്ധപ്പെട്ടുള്ളതാണ്. Asst 320 Materiality in Planning and Performing of an Audit deals with the auditor's responsibility to apply the concept of materiality in planning and performing an audit of financial statements. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു എല്ലാ മെറ്റീരിയാലിറ്റി വെച്ചായിരിക്കും ഓഡിറ്റർ അനലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നാണ്. Materiality is an important consideration of an auditor to evaluate whether the financial statements reflect true and fair view or not. The materiality in planning and performing an audit requires that an auditor should consider materiality and its relationship with the audit risk while conducting an audit. അപ്പോൾ അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5,000 may be material for small entity but even 1 lakh may not be material for a large entity. അപ്പോൾ ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നാണ് മെറ്റീരിയാലിറ്റി ഫിക്സ് ചെയ്ത് വേണം ഒരു ഓഡിറ്റ് ചെയ്യാൻ. കാരണം നമുക്ക് എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു ഓഡിറ്റ് ചെയ്യാൻ നേരത്ത് ഓവറോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. ട്രൂ ആൻഡ് കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ്, the establishment of overall audit strategy and detailed audit plan are not necessarily discrete or sequential process but are closely interrelated since changes in one may result in consequential changes to others. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. കാരണം ഈ ഓഡിറ്റ് സ്ട്രാറ്റജി ഓഡിറ്റ് പ്ലാനും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ക്ലോസ്ലി റിലേറ്റഡ് ആണ്. രണ്ടാമത്തത്, എസ്റ്റാബ്ലിഷിംഗ് ആൻ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി ദാറ്റ് സെറ്റ്സ് ദ സ്കോപ്പ്, ടൈമിംഗ്, ഡയറക്ഷൻ ഓഫ് ആൻ ഓഡിറ്റ് ആൻഡ് ഗൈഡ്സ് ദ ഡെവലപ്മെന്റ് ഓഫ് ഓഡിറ്റ് പ്ലാൻ ഈസ് പ്രിപ്രോഗേറ്റീവ് ഓഫ് ദി മാനേജ്മെന്റ്. അപ്പോൾ നമുക്കറിയാം ഈ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി മാനേജ്മെന്റ് അല്ല ചെയ്യേണ്ടത്, അത് ഓഡിറ്ററാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. അത് ഓഡിറ്ററാണ് ഒരു ഓഡിറ്റ് സ്ട്രാറ്റജി ഓഡിറ്റ് പ്ലാനും ഡെവലപ്പ് ചെയ്യേണ്ടത്. പ്ലാനിങ് ഈസ് എ ഡിസ്ക്രീറ്റ് ഫേസ് ഓഫ് ഓഡിറ്റ് അല്ല. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, പ്ലാനിങ് ഈസ് എ കണ്ടിന്യൂസ് ഫേസ് ഓഫ് ഓഡിറ്റ്. The materiality of financial statements as a whole, levels of particular class transaction does not need any revision. അപ്പോൾ മെറ്റീരിയാലിറ്റി റിവിഷൻ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചു, ഓഡിറ്റ് പ്ലാൻ ആയാലും ഓഡിറ്റ് സ്ട്രാറ്റജി ആയാലും അത് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണമെങ്കിൽ റിവേഴ്സ് ചെയ്യണം, അത് സ്ട്രാറ്റജി മാറ്റണം. അപ്പോൾ നമുക്കത് മാറ്റാനുള്ള അധികാരമുണ്ട്, അത് നമുക്ക് മാറ്റണം. നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും അനുകൂലമായിട്ട് ഏതാണോ അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് റിവിഷൻ ചെയ്യാം. A detailed audit program once prepared for a business can be used for all business under all circumstances. അപ്പോൾ ഇത് ഇൻകറക്റ്റ് ആണ്. കാരണം ഓഡിറ്റ് പ്രോഗ്രാം ഓരോ ബിസിനസ്സിനും വെവ്വേറെ ആയിരിക്കും, അത് നോട്ട് ചെയ്യണം. അല്ലാതെ ഒരു ഓഡിറ്റ് പ്ലാൻ വെച്ച് എല്ലാ കമ്പനിയും പോയി ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ഒരു ഓഡിറ്റ് ഡോക്യുമെന്റേഷൻ കൊണ്ടുപോയിട്ട് ഒരു മാനുഫാക്ചറിങ് കമ്പനിക്ക് പോയി ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ബാങ്കിന് വേറെ ആയിരിക്കും, ഇൻഷുറൻസ് ഓഡിറ്റിന് വേറെ ആയിരിക്കും. അപ്പോൾ അത് തമ്മിലുള്ള ഓഡിറ്റ് പ്ലാൻ സെപ്പറേറ്റ് ആയിരിക്കും. The audit plan is more detailed than overall audit strategy. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. ഓഡിറ്റ് പ്ലാൻ ഈസ് മോർ ഡീറ്റെയിൽഡ് ദാൻ ഓവറോൾ ഓഡിറ്റ് സ്ട്രാറ്റജി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ കിട്ടാൻ വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്.